Hi everyone, it's me Rahul. Welcome to Modern FX YouTube channel. നമുക്കപ്പം വീക്കിലി മാർക്കറ്റ് അനാലിസിലോട്ട് പോകാം. ഓക്കെ, സോ വീക്കിലി മുതൽ നമുക്ക് 15 മിനിറ്റ്സ് വരെ നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റ് അനാലിസിസ് ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ ഞാൻ കംപ്ലീറ്റ്ലി വീക്കിലി മാർക്കറ്റ് മൾട്ടി ഡിഫറൻറ്റ് അനാലിസിസ് ആൻഡ് ഡാറ്റ ചെക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ വിക്സ് ചെക്ക് ചെയ്യുന്നുണ്ട്, എക്കണോമിക് കലണ്ടർ ചെക്ക് ചെയ്യുന്നുണ്ട്. സോ വീഡിയോ മൊത്തം കാണുക, അത് കഴിഞ്ഞിട്ട് ലൈക്കും കമൻറ്റും ചെയ്യാം. ഓക്കെ, സോ നമുക്ക് വീക്കിലി മാർക്കറ്റ് അനാലിസിലോട്ട് പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് വീക്കിൻ്റെ ക്യാലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ ലാസ്റ്റ് വീക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ എല്ലാം നോക്കിയാലും അറിയാം, ഒരു വീക്ക് കഴിഞ്ഞ് ഒരു ക്യാൻഡിൽസിന് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന്, ഒരു വീക്കിലി ക്യാൻഡിൽ എത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് വീക്കിലി ക്യാൻഡിൽസിൽ നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, ഒരു വീക്കിലി ഒരു ഹാമർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നെക്സ്റ്റ് വീക്കിൽ എന്താണ് നടന്നിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് ഈ ഓരോ വീക്ക് നോക്കിക്കഴിഞ്ഞാൽ വീക്കിലി ക്യാൻഡിൽസിൻ്റെ അല്ലെങ്കിൽ ഹയർ ടൈം ഫ്രെയിമിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും. ഓക്കെ, സോ ലാസ്റ്റ് വീക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഹാമറാണ് വന്നിട്ടുള്ളത്, ഒരു ഹാമർ ടൈപ്പ് ക്യാൻഡിലാണ് വന്നിട്ടുള്ളത്. ഒരു ലോയിലൊന്നും അല്ല, ബട്ട് ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ ഒരു ഹാമർ ടൈപ്പ് ക്യാൻഡിലാണ് വന്നിട്ടുള്ളത്. ബട്ട് 24,000 എന്ന് പറഞ്ഞ സൈക്കോളജിക്കൽ ലെവലാണ്. അതിൻ്റെ മുകളിൽ മാർക്കറ്റ് വന്ന് ക്ലോസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ക്യാൻഡിൽസിന് ഇമ്പോർട്ടൻസ് കൊടുക്കാം. സോ ഹാമർ ടൈപ്പ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, മാർക്കറ്റ്, സോ ഞാൻ പറഞ്ഞുതരാം, മാർക്കറ്റ് ഈ റേഞ്ചിൽ ഓപ്പൺ ആയിട്ട് മാർക്കറ്റ് താഴോട്ട് വന്നു. ഓക്കെ, ലൈവിൽ ആ വീക്കിലിയിൽ മാർക്കറ്റ് താഴോട്ട് വന്നു. അങ്ങനെ തിങ്കൾ മുതൽ വെള്ളി വരെ മാർക്കറ്റ് താഴോട്ട് വന്നു. എന്നിട്ട് വെള്ളിയാഴ്ച ആയപ്പോൾ മാർക്കറ്റ് തിരിച്ച് എവിടെ നിന്നാണ് ഓപ്പൺ ചെയ്ത് ആ റേഞ്ചിൽ പോയി ക്ലോസ് ചെയ്തു. അതായത് സെല്ലർ മാർക്കറ്റിനെ താഴോട്ട് കൊണ്ടുവന്നതിന് ശേഷം തിരിച്ച് മുകളിൽ കൊണ്ടുവന്ന് മാർക്കറ്റിനെ എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു. സോ അപ്പോൾ എന്തായിട്ട് മാറി, ഇതൊരു ഹാമർ ക്യാൻഡിലായിട്ട് മാറി. അതായത് ബയർ താഴെ നിന്ന് ഡൊമിനേറ്റ് ചെയ്ത് മുകളോട്ട് കൊണ്ടുവന്ന ഒരു ക്യാൻഡിലായിട്ട് മാറി. മനസ്സിലായി? അതിനെ നമ്മൾ എന്ത് വിളിക്കും, ഹാമർ ക്യാൻഡിൽ എന്ന് വിളിക്കും. ഓക്കെ, സോ ഇതൊരു ഹാമർ ക്യാൻഡിലാണ്. സോ ഹാമർ ക്യാൻഡിലിൻ്റെ വീക്കിലി ലോ ആൻഡ് വീക്കിലി ഹൈ ഈസ് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ വീക്കിലി ലോയും വീക്കിലി ഹൈയും നമ്മൾ മാർക്ക് ചെയ്തിടാം. ഓക്കെ, സോ വീക്കിലി ലോയ്ക്ക് ഞാൻ ഗ്രീൻ കളർ കൊടുക്കുന്നുണ്ട് മനസ്സിലാൻ വേണ്ടിയിട്ട്. വീക്കിലി ഹൈക്ക് ഞാൻ എന്ത് കൊടുക്കുന്നുണ്ട്, ഗ്രീൻ കളർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വീക്കിലി ലോയും വീക്കിലി ഹൈയും മാർക്ക് ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് ക്ലോസ് ചെയ്ത് ഇവിടെയാണ്. അത് നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ തൊട്ട് താഴെയുള്ള ഫ്രെയിം ഏതാണ്, ഡേയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീക്ക് സ്റ്റാർട്ട് ചെയ്തപ്പം ഒരു വീക്കിൽ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ. ഓക്കെ, 5 ദിവസമാണ് ഉള്ളത്. ഓക്കെ, സോ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ. സോ മൺഡേ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് താഴോട്ട് ഇവിടെ വരെ പോയി തിരിച്ചു വന്ന് ഇവിടെ വന്ന് ക്ലോസ് ചെയ്തു. അതായത് ഓപ്പൺ ചെയ്ത ആ റേഞ്ചിൻ്റെ അടുത്ത് വന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തു. സോ അതുകൊണ്ട് എന്തായിട്ട് മാറി, വീക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൺഡേ ഇവിടെ ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് താഴെ വരെ പോയി തിരിച്ച് ക്ലോസ് ചെയ്തപ്പോൾ മാർക്കറ്റ് ഇവിടെ വന്ന് ക്ലോസ് ചെയ്തു. ഓക്കെ, അതുകൊണ്ടൊരു ഹാമർ ക്യാൻഡിലായിട്ട് മാറി. ഓക്കെ, അതുകൊണ്ട് എന്തായിട്ട് മാറി, ഇതൊരു ഹാമർ ക്യാൻഡിലായിട്ട് മാറി വീക്കിലിയിൽ. സോ അപ്പോൾ നമുക്ക് വീക്കിലിയിലെ ലോയും ഹൈയും മാർക്ക് ചെയ്ത പോലെ തന്നെ നമുക്ക് എന്ത് മാർക്ക് ചെയ്യാം, നമുക്ക് ഡേ ലോ ആൻഡ് ഡേ ഹൈ നമുക്ക് മാർക്ക് ചെയ്തിടാം. ഓക്കെ, നമുക്കറിയണമല്ലോ മാർക്കറ്റ് ഇവിടം വരെ മൂവ് ചെയ്യുമോ അതോ ഇത് ബ്രേക്ക് ചെയ്ത് തിരിച്ച് വീക്കിലി ലോയിലോട്ട് തന്നെയാണോ മൂവ് ചെയ്യുക എന്ന് നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ അതും മാർക്ക് ചെയ്തിട്ടു. സോ വീക്കിലി എല്ലാ ഹൈക്കും ഞാൻ റെഡ് കൊടുക്കുന്നുണ്ട്, എല്ലാ ലോയ്ക്കും ഞാൻ ഗ്രീനും കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. സോ ഇതിൻ്റെ താഴെയുള്ള ഫ്രെയിമായ 4 ഹവറിലൂടെ നമുക്ക് പോകാം. ഓക്കെ, 4 ഹവർ. സോ 4 ഹവർ എടുത്തു കഴിഞ്ഞാൽ ഇതിന് മുന്നത്തെ ദിവസം 20-ാം തീയതിയാണ് മാർക്കറ്റിലൊരു ബൈങ് ഉണ്ടായിരുന്നത്. 21-ാം തീയതി 21-ാം തീയതി മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് താഴെ വന്ന് തിരിച്ച് മുകളിലൊന്ന് ക്ലോസ് ചെയ്തു. സോ വെള്ളിയാഴ്ച വലിയ മൂവ്മെൻറ്റ് മാർക്കറ്റ് നടത്തിയിട്ടില്ല. അതിന് മുന്നേ ഉള്ള ദിവസമാണ് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് ആ ഒരു ഏരിയ മാർക്കറ്റ് ഹോൾഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അതായത് ഇവിടുന്ന് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് വന്നിട്ട് ഇവിടെ ഈ ഏരിയ മാർക്കറ്റ് വന്ന് ഹോൾഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. ഓക്കെ, സോ അപ്പം നമുക്ക് പ്രധാനപ്പെട്ട ലോ ഇത് തന്നെയാണ്, ഇമ്പോർട്ടൻറ്റ് ഹൈ ഇത് തന്നെയാണ്. സോ അത് രണ്ടും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലോ ഓൾറെഡി നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ. ഓക്കെ, സോ അത് കഴിഞ്ഞാൽ അപ്പോൾ ഇനി 4 ഹവറിലെ നമുക്ക് ലെവൽസ് ഇതിനകത്ത് ചേഞ്ച് ഒന്നുമില്ല. നമ്മൾ മേജർ റെസിസ്റ്റൻസ് അപ്പോൾ ഇത് തന്നെ ആൻഡ് എന്താണ് നമ്മുടെ വീക്കിലി ഹയർ റെസിസ്റ്റൻസ് ആണ്, വീക്കിലി ലോയർ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, സോ അത് കഴിഞ്ഞ് നമുക്ക് 1 ഹവറിലോട്ട് വരാം. 1 ഹവറിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം മാർക്കറ്റ് ഗ്യാപ്പപ്പിൽ കയറി വന്നിട്ട് 20-ാം തീയതി മുതൽ 21-ാം തീയതി 2 ദിവസം ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ മാർക്കറ്റ് കൺസോൾട്ടേഷൻ ചെയ്യുകയാണ്. അതായത് മാർക്കറ്റ് മുകളിലോട്ട് കയറി വന്നു. ഓക്കെ, ഇവിടം വരെ കയറി വന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, ഇങ്ങനെ കയറി വന്നിട്ട് ഈ റേഞ്ചിൽ കൺസോൾട്ടേറ്റ് ചെയ്യുകയാണ്. ഈ റേഞ്ചിലൊരു ഫ്ലാഗ് പോലെ കൺസോൾട്ടേറ്റ് ചെയ്യണം. നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ എടുത്ത് നമുക്ക് ഇതിനെ വെക്കാം. ഇതിനെ പൊക്കി എടുത്തിട്ട് ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇങ്ങനെയാണ് ഇപ്പം നിൽക്കുന്നത്. ഇതാണ് മാർക്കറ്റിൻ്റെ രൂപം. അതായത് ഒരു കൺസോൾട്ടേഷനാണ് മാർക്കറ്റിലുള്ളത്. ഓക്കെ,
സോ കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ബയ്യറും സെല്ലറും ഒരേപോലെ ആക്റ്റീവായിട്ടുണ്ട്. ഈ ഏരിയ ബ്രേക്ക് ചെയ്യാൻ ബയ്യറും സമ്മതിച്ചിട്ടില്ല, ഈ ഏരിയ ബ്രേക്ക് ചെയ്യാൻ സെല്ലറും സമ്മതിച്ചിട്ടില്ല. അതായത് രണ്ടുപേരും ഈക്വൽ സ്ട്രെങ്ത് കാണിച്ച ഒരു വീക്കാണ്. ഓക്കെ, ഒരു ഏരിയ ആണ് ഈ കാണുന്നത്, അതാണ് കൺസോൾട്ടേഷൻ. സോ ഒബ്വിയസ്ലി കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഏത് സൈഡിലോട്ട് മൂവ് ചെയ്യുന്നോ ആ സൈഡിലോട്ട് ബയ്യർ ഈ ഹൈ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്താൽ അതിനകത്ത് ബയ്യർ ഡൊമിനേറ്റ് ചെയ്ത് അടുത്ത സെല്ലറുള്ള പ്ലേസ് വരെ മാർക്കറ്റിനെ മുകളിലോട്ട് കൊണ്ടുപോകും. സോ 1 hourൽ നമുക്ക് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് കാണുന്നുണ്ട് മുകളിൽ. ഓക്കെ, 1 hour ഓർഡർ ബ്ലോക്ക് ഉണ്ട് ഇവിടെ മുകളിൽ. നമ്മളിന്ന് ഇവിടെ ഒന്ന് വരച്ച് നോക്കാം. ഓർഡർ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് മാർക്കറ്റിനെ താഴോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഹെവി ഓർഡർ പഞ്ച് ചെയ്ത സ്ഥലമാണ് ഇത്. ഓക്കെ, ഹെവി ഓർഡർ പഞ്ച് ചെയ്ത സ്ഥലം. അതപ്പോൾ 1 hour ഓർഡർ ബ്ലോക്കാണ്. അപ്പോൾ അതെന്താണ്, ഒരു ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് എന്തായിട്ട് മാറും, അതൊരു ഇമ്പോർട്ടൻറ്റ് സപ്ലൈ സോണായിട്ട് മാറും. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻറ്റ് സപ്ലൈ സോണായിട്ട് മാറും. സോ ഇത് നമ്മുടെ ഇത് ഈ കാണുന്നത് ബുള്ളിഷ് ഓർഡർ ബ്ലോക്കാണ്. താഴെയാണ് നമുക്ക് ഇപ്പോൾ വരയ്ക്കേണ്ട, കാരണം ഇവിടെ നമുക്ക് ഈ ഏരിയയിൽ ഒരു ഇംബാലൻസും കൂടെ ഉണ്ട്. ഓക്കെ, സോ അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇതിൻ്റെ തൊട്ട് താഴെയുള്ള ഫ്രെയിം 30 മിനിറ്റിലോട്ട് വരാം. 30 മിനിറ്റിൽ വന്നു കഴിഞ്ഞാൽ സെയിം സിനാരിയോ തന്നെ. ഓർഡർ ബ്ലോക്ക് ഒന്ന് റിഫൈൻ ചെയ്യാം. ഇതാണ് ഓർഡർ ബ്ലോക്ക്. ഓക്കെ, ഇതൊരു ഓർഡർ ബ്ലോക്കാണ്. താഴെ മാർക്കറ്റിൻ്റെ ഓർഡർ ബ്ലോക്ക് ഏതാണ്? ഇതാണ് നമ്മുടെ താഴത്തെ ഓർഡർ ബ്ലോക്ക്. സോ മുകളിലത്തെ ഓർഡർ ബ്ലോക്കും താഴത്തെ ഓർഡർ ബ്ലോക്കും ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ താഴത്തെ ഓർഡർ ബ്ലോക്ക്. അത് നമുക്ക് 15 മിനിറ്റ്സിൽ വന്നിട്ട് ഒന്നും കൂടെ റിഫൈൻ ചെയ്യാം. ഓക്കെ, ഓർഡർ ബ്ലോക്ക് റിഫൈൻ തന്നെ പറയാം. ഓക്കെ, സോ ഈ ഹൈയുടെ മുകളിൽ മാർക്കറ്റ് വന്നാലും മാർക്കറ്റിൻ്റെ മേജർ റെസിസ്റ്റൻസ് വരുന്നത് ഇവിടെയാണ്. 30 മിനിറ്റ്സിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതും 24,400 മാർക്കറ്റിൻ്റെ ഒരു മേജർ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, സോ അപ്പോൾ ഇനി 50 മിനിറ്റ്സിലോട്ട് വരാം. 50 മിനിറ്റ്സിലോട്ട് നമുക്ക് ഈ ഒരു ലോ കംപ്ലീറ്റ്ലി മാർക്കറ്റ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലോ ആണ് നമ്മുടെ മേജർ ഡിമാൻഡ് സോണായിട്ട് വരുന്നത്. സോ ഇവിടെയാണ് മാർക്കറ്റിന് മേജറായിട്ടുള്ള സപ്പോർട്ട് വരുന്നത്. ഓക്കെ, മേജറായിട്ടുള്ള സപ്പോർട്ട് വരുന്നത്. അപ്പം ഈ ലോ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം മാർക്കറ്റ് ഈ ലോ ഒരുപാട് വട്ടം സേവ് ചെയ്യാൻ നോക്കിയിട്ട്, ബയ്യർ സേവ് ചെയ്യാൻ നോക്കിയിട്ട് അത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് വീഴുകയായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് ദിവസം ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്ത് വന്നപ്പോഴും അതാണ് മാർക്കറ്റിൽ സംഭവിച്ചത്. അതായത് വ്യാഴാഴ്ച മാർക്കറ്റ് ഒരു വലിയ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് വന്നെങ്കിലും ഈ ലോ മാർക്കറ്റ് ബയ്യർ സ്ട്രോങ് ആയിട്ട് സേവ് ചെയ്ത് വെച്ച ലോ ആയിരുന്നു. ആ ലോയിൽ വന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്തിരിക്കുകയായിരുന്നു. സോ ആ ലോ മാർക്കറ്റിൻ്റെ ഒരു മേജർ ഡിമാൻഡായിട്ട് വരും. അപ്പം മാർക്കറ്റ് നമ്മുടെ നാളെ വന്ന് ഈ ലോ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് വരികയാണെങ്കിൽ മാർക്കറ്റിൻ്റെ മേജറായിട്ട് ഡിമാൻഡ് എവിടെയാണ് വരിക, മാർക്കറ്റിൻ്റെ മേജറായിട്ടുള്ള സപ്പോർട്ട് എവിടെ വരിക? ഈ ലോയിലാണ് വരിക. ഓക്കെ, മാർക്കറ്റിൻ്റെ മേജറായിട്ടുള്ള ഡിമാൻഡ് എവിടെ വരിക? ഈ ലോയിലോട്ടാണ് വരിക. സോ ആ ലോ നമുക്ക് ഗ്രീനിൽ മാർക്ക് ചെയ്ത് നോക്കാം. അത് മേജർ ഡിമാൻഡ് സോണാണ്. സോ ഇത് നമ്മുടെ ഡെയിലി ലോ ഇതാണ്. ബട്ട് ഇതൊരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് മാർക്കറ്റിന്. സോ ഇവിടെ പ്യുവറായിട്ട് എന്താ കാണുന്നത്, നമുക്ക് ഒരു കൺസോൾട്ടേഷനാണ് കാണുന്നത്. സോ ഇവിടെ നമുക്ക് ഒരു ട്രെൻഡ് ലൈനും വരച്ച് നോക്കാം. ഇവിടെ ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് ഇവിടെ വരച്ച് നോക്കാം. ഓക്കെ, ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്താണ് മാർക്കറ്റ് അടുത്ത ദിവസം ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ആ ട്രെൻഡ് ലൈനിൻ്റെ മുകളിലാണ് മാർക്കറ്റ് ഇപ്പം സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നതും. ഓക്കെ, സോ അപ്പോൾ നമുക്ക് മേജറായിട്ടുള്ള ഡിമാൻഡ് സോണും അപ്പം ഈ ഏരിയയിൽ നിന്ന് മാർക്കറ്റ് നല്ല സ്ട്രോങ് ആയിട്ടൊരു റിവേഴ്സ് ചെയ്തുകൊണ്ട് ഇത് നമ്മുടെ ഒരു മേജറായിട്ടുള്ള ഒരു സപ്ലൈ സോണുമാണ് മാർക്കറ്റിന് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ മേജർ സപ്ലൈ സോൺ, അതായത് മൈനർ ആയിട്ടുള്ള ഏരിയയിൽ, അതായത് ഈ റേഞ്ചിലെ മേജർ സപ്ലൈ സോൺ ഇതും മേജർ ഡിമാൻഡ് സോൺ ഇതും. അപ്പം മാർക്കറ്റിന് നാളെ മുകളിലോട്ട് മൂവ് ചെയ്യണമെങ്കിൽ മാർക്കറ്റ് അപ്പം ഈ റേഞ്ചിൻ്റെ മുകളിൽ ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ താഴെ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് റീട്രേസ്മെൻറ്റ് എടുത്തിട്ട് തിരിച്ച് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഈ ഓർഡർ ബ്ലോക്ക് വരെ, ഈ ഒരു സോൺ വരെ മാർക്കറ്റ് മൂവ് ചെയ്യും. ഓക്കെ, ഈ ഒരു സോൺ വരെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഇവിടുന്ന് ഒരു പൊസിഷൻ നിങ്ങൾ ടേക്ക് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കൊണ്ട് അതിനെ കട്ട് ചെയ്യാം. ഓക്കെ, കാരണം ഇവിടുന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോകണമെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റ് റിട്രേസ് ചെയ്തിട്ടേ മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ തന്നെ പോകത്തുള്ളൂ. സോ അപ്പോൾ നിങ്ങൾ പാനിക്കായി പോകും. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഹൈ മാർക്കറ്റ് എടുത്തിട്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ തിരിച്ച് വന്ന് ഈ ഒരു സപ്ലൈ ഒരു ഡിമാൻഡായിട്ട് ആക്ട് ചെയ്തതിന് ശേഷം ഇവിടുന്ന് ഒരു ഓർഡർ കൊടുക്കുക മോൾ വരെ. അപ്പോൾ അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യുന്ന ഒരു ഹ്യൂജ് ക്യാൻഡിൽ, ഒരു ഹ്യൂജ് ഗ്രീൻ ക്യാൻഡിലാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ആ ക്യാൻഡിൽ ഒരു ലാസ്റ്റ് നമ്മുടെ വെബിനാറിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ ക്യാൻഡിലൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നിങ്ങൾ കാണുകയാണെങ്കിൽ ആ ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് മാർക്കറ്റ് വരുമ്പോൾ അവിടുന്ന് മുകളിലോട്ട് നമുക്ക് ബൈ ചെയ്യാം. ഓക്കെ, കാരണം ഞാൻ ബൈയിങ് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ മാർക്കറ്റിൻ്റെ ഓപ്ഷൻ ചെയിൻ എടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഐ തിങ്ക് ഓപ്ഷൻ ചെയിൻ
ഓക്കെ. ഓപ്ഷൻ ചെയിൻ 1.08, അതായത് ആരാണ് ഡൊമിനേറ്റ് ചെയ്തിരിക്കുന്നത്? കോൾ പുട്ട് സെല്ലറാണ്, പുട്ട് റൈറ്റേഴ്സാണ് മാർക്കറ്റിൽ ഡൊമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഇപ്പം ബൈയിങ് സെൻറ്റിമെൻറ്റ്സ് ആണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ. ഫസ്റ്റ് സെപ്റ്റംബർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് സെപ്റ്റംബർ 1.110. സോ ഫസ്റ്റ് സെപ്റ്റംബറിൻ്റെ ഡാറ്റയും എന്താണ്? ബുള്ളിഷാണ്. 8 സെപ്റ്റംബർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 8 സെപ്റ്റംബറിലും ബുള്ളിഷാണ്. ഓക്കെ. സോ അടുത്ത 2 കോൺട്രാക്റ്റിലും ആരുണ്ട്? സെല്ലർ, അതായത് ഓപ്ഷൻ സെല്ലർ, അതായത് മാർക്കറ്റിൻ്റെ മുകളിലോട്ട് പോകുന്ന മാർക്കറ്റിൽ ബെറ്റ് ചെയ്യുന്ന ആൾക്കാർ, അതായത് ഓപ്ഷൻ സെല്ലറാണ് മാർക്കറ്റിലുള്ളത്. സോ ഇനി കാണുന്ന 3 ഇതിനകത്തും ഇപ്പം കറൻ്റ്ലി മാർക്കറ്റിൻ്റെ ഡാറ്റ ബുള്ളിഷാണ്. ഓക്കെ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് മാർക്കറ്റ് ഇവിടുന്ന് ഒരു ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ മുകളിലോട്ടുള്ള ഹൈസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. സോ ഇവിടെ എത്തുമ്പോൾ തന്നെ നിങ്ങൾ സെല്ല് ചെയ്യണമെന്നല്ല പറയുന്നത്. നിങ്ങൾ ഇവിടുന്ന് ഒരു പൊസിഷൻ ടേക്ക് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മാർക്കറ്റിനെ ഇവിടെ കൊണ്ട് നമുക്ക് ഈ നമ്മുടെ ഓർഡർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് മാർക്കറ്റ് ഇതും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ തന്നെ അടുത്തൊരു ഓർഡർ ബ്ലോക്കോ അല്ലെങ്കിൽ അവിടെ ഒരു ഫെയർ വാല്യൂ ക്യാപ്പോ ഫൈൻ ചെയ്തിട്ട് അവിടുന്ന് ഒരു ബുള്ളിഷ് ട്രേഡ് എടുത്താൽ നമുക്ക് 24,400 വരെയോ അതിന് മുകളിലോട്ടോ നമുക്ക് ടാർഗറ്റ് കാണാൻ പറ്റും. അപ്പോൾ ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ തിരിച്ച് വന്നിട്ട് നമ്മുടെ ഇതിലൊരു സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് മാർക്കറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഫെയർ വാല്യൂ ഗ്യാപ്പ് നിങ്ങൾ ട്രേഡ് പഞ്ച് ചെയ്യുകയോ ചെയ്യാം. ഓക്കെ. സോ താഴോട്ട് മാർക്കറ്റ് ഇനിയും നമുക്ക് ട്രേഡ് വരണമെങ്കിൽ ഈ ലോ ബ്രേക്ക് ചെയ്താൽ, സോ ഈ ലോ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് ഇവിടം വരെ വരും. ഇവിടെ ഈ ലോ ബ്രേക്ക് ചെയ്താൽ ചെറിയ പോയിൻറ്റ്സ് ഉണ്ട്, നിങ്ങൾക്ക് ഇവിടം വരെ ട്രേഡ് ചെയ്യാം, ഇവിടം വരെ. അതല്ല, ഈ ലോ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് ഡയറക്റ്റ്ലി അങ്ങോട്ട് ഫോളോ ആവും. മാർക്കറ്റ് ഡയറക്റ്റ്ലി ഈ ലോയിലോട്ട് ഫോളോ ആവും. കാരണം ഇവിടെ ലോ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റിയാണുള്ളത്. ലോ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ മാർക്കറ്റിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത ഡാറ്റ, അതായത് മാർക്കറ്റ് ലോ റെസിസ്റ്റൻസ് പിടി. മാർക്കറ്റ് ഇവിടെ ഒന്നും ഈ ഏരിയയിൽ നിന്ന് വന്നിട്ട് മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് പമ്പ് ചെയ്യത്തില്ല. മാർക്കറ്റ് പിന്നെ നേരെ ഇവിടം വരെ വരും. ഇത് നമ്മുടെ ലോ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റിയാണ്. അതായത് ഒരു ഗ്യാപ്പാണ് നമുക്ക് കംപ്ലീറ്റ്ലി ഇവിടെ ഉള്ളത്. അതിന് നമ്മൾ എന്താ പറയുക? ലോ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി. ഓക്കെ. സോ മാർക്കറ്റിന് ഈ ഏരിയ നമ്മുടെ ഫുള്ളി ഒരു ഗ്യാപ്പാണ്. അപ്പോൾ മാർക്കറ്റ് ഇവിടുന്ന് താഴോട്ട് വീഴുകയാണെങ്കിൽ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് മാർക്കറ്റ് ഇവിടം വരെ വരും. അപ്പം ഈ ഗ്യാപ്പ് നമുക്ക് എഴുതി വെക്കാം, ഗ്യാപ്പ്. ഓക്കെ. ഗ്യാപ്പ് എഴുതി വെക്കാം. അപ്പം പക്ഷേ ഈ ലോ എപ്പോഴും മാർക്കറ്റിന് നല്ല സ്ട്രോങ് സപ്പോർട്ടാണ്. അപ്പോൾ മാർക്കറ്റ് ഇവിടെ വന്നാൽ മാർക്കറ്റ് ഇവിടുന്ന് പിന്നെയും ബൈ ഓൺ ദി ഡിപ്പാണ് നിങ്ങൾ നോക്കേണ്ടത്. അതല്ല, ഇത് സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ചെയ്യുന്ന പോലെ തന്നെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒന്ന് താഴോട്ട് എന്ത് ചെയ്തേക്കുക? സെല്ല് ചെയ്തേക്കുക. അപ്പം എന്തായാലും ഇവിടം വരെ എത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഈ ഏരിയ മാർക്കറ്റിന് വലിയ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തില്ല. ഓക്കെ. അതാണ് ലോ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി എന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ. സോ മനസ്സിലാക്കി വിചാരിക്കുന്നു. സോ ഇത് നമ്മുടെ എന്താണ്? നോ ട്രേഡിംഗ് സോണാണ്. ഈ ഏരിയയിൽ നിന്നാണ് നമ്മുടെ നോ ട്രേഡിംഗ് സോൺ. ഓക്കെ. നോ ട്രേഡിംഗ് സോൺ. അപ്പം മാർക്കറ്റിൻ്റെ ഡാറ്റ ബുള്ളിഷാണ്. അപ്പം ഒരു ബ്രേക്ക്ഔട്ട് ബൈയിൽ കയറുമ്പം എപ്പോഴും ഒരു റീടെസ്റ്റിന് ശേഷം ഈ ഹൈ ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലോ ഒരു ഓർഡർ ബ്ലോക്കിലോ മാർക്കറ്റ് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് മുകളിലോട്ടും ചെയ്യാം. ഫസ്റ്റ് ടാർഗറ്റ് ഇത്, സെക്കൻഡ് ടാർഗറ്റ് 24,400. ഇത് രണ്ടും നമ്മുടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടാർഗറ്റാണ്. ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉള്ളതുകൊണ്ട് മാർക്കറ്റ് എന്തായാലും ഇവിടുന്ന് റിയാക്ട് ചെയ്തിട്ടേ മുകളിലോട്ട് കയറത്തുള്ളൂ. കാരണം ഇവിടെ എത്തുമ്പോൾ സെല്ലർ ഒബിയസ്ലി ആക്റ്റീവ് ആവും, മാർക്കറ്റിന് താഴോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും. അപ്പോൾ അഗ്രസീവ് ബൈങ് വന്നാൽ മാർക്കറ്റ് പിന്നെയും പുഷ് ചെയ്ത് മുകളിലോട്ട് കയറും. അപ്പോൾ നമുക്ക് വീണ്ടും ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ വന്നിട്ട് നമുക്ക് എൻട്രി എടുത്തിട്ട് വീണ്ടും മാർക്കറ്റിനെ മുകളിലോട്ട് എന്ത് ചെയ്യാം? നമുക്ക് ട്രെയിൽ ചെയ്ത് മാർക്കറ്റിനെ മുകളിലോട്ട് കൊണ്ടുപോകാം. സോ നമ്മൾ ഈ ഡീറ്റെയിൽ അനാലിസിസ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വിചാരിക്കുന്നു. ഞാൻ വീക്കിലിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. 15 മിനിറ്റ്സിൽ വന്ന് നിൽക്കുന്നുണ്ട്. എൻട്രി എടുക്കേണ്ടത് 5 മിനിറ്റ്സിലാണ്. ഞാൻ പറയാറുണ്ട് എൻട്രി എടുക്കുന്ന പ്രൊസീജിയർ 5 മിനിറ്റ്സിലാണ്. സോ ഇന്ത്യ വിക്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ വിക്സ് നിൽക്കുന്നത് എന്താണ്? 11ലാണ്. സോ ഈ രീതിയിൽ വിക്സ് നിൽക്കുമ്പം നമുക്ക് എന്തുണ്ടാകത്തില്ല? മാർക്കറ്റ് വോൾട്ടാലിറ്റി ഉണ്ടാകത്തില്ല. മാർക്കറ്റ് വോൾട്ടാലിറ്റി ഇല്ലെങ്കിൽ ഓപ്ഷൻ ബയ്യറിന് പൈസ മേടിയാൻ കഴിയത്തില്ല. അതായത് പ്രീമിയം മാർക്കറ്റിന് മുകളിലോട്ട് പോകത്തില്ല. ഓക്കെ. സോ മൺഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താണ് വിക്സ് മാർക്കറ്റിൽ വോൾട്ടാലിറ്റി ഉണ്ടോ, മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്യുമ്പം പ്രീമിയം പമ്പ് ചെയ്യുമെന്നൊക്കെ നമുക്ക് മൺഡേ അറിയാൻ പറ്റത്തുള്ളൂ. ആൻഡ് എക്കണോമിക് കലണ്ടർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 31 നമുക്ക് എന്ത് വരുന്നുണ്ട്? 31 നമുക്ക് നമ്മുടെ GDP ഗ്രോത്ത് ഇയർ ഓൺ ഇയർ റിസൾട്ട് വരുന്നുണ്ട്. അതിൽ അപ്പം ലാസ്റ്റ് ഇയർ 7.8 ആണ്. സോ മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് 7.8 ഇത് മെയിൻറ്റെയിൻ ചെയ്യുമോ അല്ലെങ്കിൽ അതിൻ്റെ എബോവ് ആയിരിക്കും. സോ നമുക്ക് GDP വന്നിട്ട് ആ ദിവസം ട്രേഡ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ നമുക്ക് അടുത്ത് വരുന്ന അനാലിസിസ് നമുക്ക് നോക്കാം. ജസ്റ്റ് നിങ്ങളെ എക്കണോമിക് കലണ്ടറിന് കാണിച്ചെന്നുള്ളൂ.
സോ അതിൻ്റെ ഇടയിൽ മീഡിയം ആയിട്ടുള്ള ചെറിയ US-ൻ്റെ ഉള്ളൂ. നമുക്ക് 2 എണ്ണം ഉള്ളത്, ഒന്ന് 28-ാം തീയതി, ഒന്ന് 30-ാം തീയതി. സോ 28-ാം തീയതി നമുക്ക് വലിയ പ്രശ്നമുള്ള ഇല്ല. 31st ആണ് നമുക്ക് ഹൈ ഇമ്പാക്റ്റ് ഉള്ളത്. അന്നത്തെ ദിവസം നോക്കി ട്രേഡ് ചെയ്യുക. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫുൾ മാർക്കറ്റ് അനാലിസിസ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ. താങ്ക് യു, ബൈ, ഗുഡ് നൈറ്റ്.